എന്ന് ഇതേ ചോദ്യം 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് നബിയോട് ചോദിച്ചു. ഞങ്ങൾ എന്താണ് വിളിക്കേണ്ടത്? ഇതാണ് വ്യത്യാസം. മുഹമ്മദ് നബിയുടെ വ്യത്യാസം ലോകത്തൊരാൾക്കും ഇല്ലാത്തതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം, BR അംബേദ്കറിന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം, ശ്രീകൃഷ്ണന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം, ശ്രീരാമന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം, യേശുക്രിസ്തുവിന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം, മദർ തെരേസയുടെ പ്രതിമ നിങ്ങൾക്ക് കാണാം, മഹാത്മാഗാന്ധിയുടെ പ്രതിമ നിങ്ങൾക്ക് കാണാം, കാർൽ മാർക്സിന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം, എംഗൽസിന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം, ജോസഫ് സ്റ്റാലിന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാം. ലോകത്തൊരേ ഒരു ആചാര്യന്റെ പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതകരമാണ്, ആശ്ചര്യകരമാണ്. മുഹമ്മദ് നബിയുടെ പ്രതിമ. ഞങ്ങളുടെ നാട്ടിൽ സാധാരണ നാഗത്തുങ്ങൽ തറവാട് എന്നുണ്ട്. ആ തറവാട്ടിൽ ഒരു ആന ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു മൂപ്പിലാൽ ഉണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയും, നാഗത്തുങ്ങലാലെ എന്നെ മാത്രം കുത്തൂല. എല്ലാരും ചോദിക്കുക, എന്താ മൂപ്പിലാലെ നാഗത്തുങ്ങലാന നിങ്ങളെ കുത്താത്തത്? ആന ഉള്ള 7 അയലത്ത് ഞാൻ പോയാലല്ലേ ആന എന്നെ കുത്തുന്ന വിഷയം ഞാൻ കിട്ടുന്ന പോകാറില്ല. ഇസ്ലാമിക സമൂഹത്തിൽ വിഗ്രഹം തകർന്നിട്ടൊരടി ഒരു ഈച്ചയെ കൊല്ലേണ്ടി വരിക ഇല്ല. കാരണം വിഗ്രഹാരാധന തന്നെ ഇല്ല. ഒരു കാര്യം എന്താ അറിയോ, ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളോട്. മുസ്ലിങ്ങളെ, നമ്മുടെ അന്തസ് എന്താന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മൾ ആരാന്നാ നിങ്ങൾ വിചാരിക്കുന്നത്? 1400 വർഷത്തിനിടയിൽ ലോകത്തെ അനുകരണം ഒരു വലിയ ഭ്രമമാണ്. അനുകരണ ഭ്രമം ഒരു വലിയ സ്വഭാവമാണ്. എന്തിനേയും ഒരു കൊല്ലം മുമ്പ് ഒരു ടീം നടത്തിയത് ഇക്കൊല്ലം തന്നെ വാരിപ്പുണരാനുള്ള. ഇവിടെയാണ് അത്ഭുതകരമായ ഒരു കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളെ അനുകരിക്കും. അവരുടെ ഉടുമ്പിന്റെ മാളത്തിൽ പോയാൽ പോലും അവിടെ പ്രവാചകൻ പറഞ്ഞില്ല ജൂത ക്രിസ്ത്യാനികൾ നിങ്ങൾ അനുകരിക്കും. കരുതിയിരിക്കേണ്ട പോയണ്ട. ജൂത ക്രിസ്ത്യാനികൾ നിങ്ങളെ അനുകരിക്കുന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ആ ഒരു ഗതികേടുണ്ടാവും, നിങ്ങളെ അവർ ക്ഷണിക്കും, നിങ്ങളതിൽ പോയി പെട്ടുപോകും, കരുതിയിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ വർഷമുള്ള ഒരു സംഗതി അതൊരു വിഭാഗം നടത്തിയാൽ മറ്റൊരു വിഭാഗം പെട്ടെന്ന് തന്നെ അത് ഞങ്ങളുടേതാക്കി മാറ്റാൻ അതിന്റെ ഭാഗമാണ്. ഞങ്ങൾക്കറിയാം, ആനന്ദോത്സവങ്ങൾ ഇന്ത്യയിൽ അരങ്ങു തകർത്തപ്പോഴാണ് സമസ്തക്കാർക്ക് എന്ത് തോന്നിയത്? സലാത്ത് നഗർ സംഘടിപ്പിക്കണം. എന്തും അനുകരണമാണല്ലോ. എന്നാൽ 1400 വർഷങ്ങൾക്കിടയിൽ ലോകത്ത് മുസ്ലിങ്ങൾ അനുകരിക്കാത്ത ഒരേ ഒരു കാര്യമുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധന മാത്രമാണ് അനുകരിക്കാത്തത്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? 1400 വർഷങ്ങൾക്കിടയിൽ ലോകത്തെല്ലാ മതവിഭാഗങ്ങൾക്കും വിഗ്രഹങ്ങളുള്ള കൂട്ടത്തിൽ നമ്മുടെ നബിക്കൊരു വിഗ്രഹം ഉണ്ടാകട്ടെ എന്നാരും തീരുമാനിച്ചില്ല. ഇസ്ലാമിന്റെ നിയമത്തിന്റെ പ്രത്യേകതയാണത്. ആ വിഷയത്തിൽ ഇസ്ലാം കാണിക്കുന്ന പ്രത്യേകത, കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത കല്ലിൻ തുണ്ടത്തെ നിങ്ങൾ നോക്ക്. പാറക്കോറയിൽ മനുഷ്യർ ചെല്ലുന്നു, വെടിമരുന്ന് വെച്ച് പാറ പൊട്ടിക്കുന്നു. ആരാ പാറ പൊട്ടിക്കുന്നത്? മനുഷ്യൻ. ജീവനില്ലാത്ത പാറയെ ഉടച്ചെടുക്കുന്നതാരാ? മനുഷ്യൻ. അതിനെ കഷ്ടമായി പൊട്ടിക്കുന്നതാരാ? മനുഷ്യൻ. എന്നിട്ട് തന്റെ പണിയാലയത്തിൽ കൊണ്ടുവന്ന് തന്റെ കൈകൾ കൊണ്ട് വിഗ്രഹം ഉണ്ടാക്കി അതുവരെ കിടത്തിയിട്ടും മലത്തിവെച്ചും ചരിച്ചു വെച്ചും അതിന്റെ രൂപവും ആകൃതിയും ഉണ്ടായി അതങ്ങ് പൂജാമുറിയിലെത്തുമ്പോഴേക്ക് തന്നെ നയിക്കുന്ന ദൈവമാകുന്ന അത്ഭുതം ഇസ്ലാമിനില്ല. ഇസ്ലാം സിട്ടാവിനെ കണ്ടെത്തി. ഇസ്ലാമിക സമൂഹത്തിന്, ഈ നാട്ടിലെ ഹൈന്ദവരോട്, ഈ നാട്ടിലെ ക്രൈസ്തവരോട് ഒരു വിശ്വാസം പറയാനുണ്ട്. നിങ്ങളുടെ മേലെ അനന്തമായി കിടക്കുന്ന സപ്താകാശമില്ലേ? ഇല്ലേ? ഭാസ്കരേട്ട, ജോർജ്, മുഹമ്മദേ, നിന്റെ മേലെ സപ്താകാശങ്ങളില്ലേ? ഓസോൺ ലെയർ ഇല്ലേ? 2000 മുതൽ 3000 വരെ ആംസ്ട്രോങ് തരംഗ ദൈർഘ്യമുള്ള അൾട്രാവയലറ്റ് രശ്മികളും കോസ്മിക് രശ്മികളും മനുഷ്യ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ ആകാശ മേൽക്കൂര ഉണ്ടാക്കിയ ആ സിട്ടാവാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പറയുമ്പോ അത് മുഹമ്മദ് നബിയല്ല. കാരണം മുഹമ്മദ് നബിക്ക് മുമ്പ് ഈ ആകാശമുണ്ട്. യേശുക്രിസ്തുവല്ല, യേശുക്രിസ്തുവിന് മുമ്പ് ആകാശമുണ്ട്. കന്യാമറിയമല്ല, കന്യാമറിയം മുമ്പ് ആകാശമുണ്ട്. എത്രത്തോളം ആദിമ മനുഷ്യൻ ഈ ഭൂമുഖത്ത് ഭൂജാതന. ഖുർആനിന്റെ അത്ഭുതം തന്നെ. വൈദിക്കാല റബ്ബുക്കലിൽ മലായികത്തി ഇന്നി ജാഗിലും ഫിൽ അർളി ഖലീഫ, ഇന്നി ജാഗിലും ഫിൽ അർളി ഖലീഫ. ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഖുർആനിന്റെ പരാമർശം എന്താ? ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കുന്നു. ഭൂമിയിലേക്ക്. അപ്പൊ ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു. ഭൂമി ഇവിടെ ഉണ്ടായിരുന്നു. ആദിമ മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നു. അപ്പൊ ഭൂമി ഇവിടെ ഉണ്ട്. അപ്പൊ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവാര? ഭൂമിയെ സൃഷ്ടിച്ചവൻ. അപ്പൊ ഇസ്ലാമിന്റെ ദൈവത്തിന്റെ പഴക്കം 1 നൂറ്റാണ്ടിൻ്റെതാ, 2 നൂറ്റാണ്ടിൻ്റെതാ ആണോ? ഇസ്ലാം പരിചയപ്പെടുത്തിയ ദൈവമാരാ? എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ, എന്നെന്നും ഉണ്ടായിരുന്നവൻ, ഉറക്കമില്ലാത്തവൻ, മരണമില്ലാത്തവൻ, ക്ഷീണമില്ലാത്തവൻ, തളർച്ചയില്ലാത്തവൻ. അല്ലേ പ്രിയപ്പെട്ടവരെ?
അല്ലേ പ്രിയപ്പെട്ടവരെ? അങ്ങനെ ഒരു സൃഷ്ടാവിനെ അൽഹംദുലില്ലാ സർവസ്തുതികളും റബ്ബുൽ ആലമീൻ ലോകത്തിന്റെ സൃഷ്ടാവിനാണ്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത്കാരണം വിശ്വരൂപം. ഈ മഹാജഗത്തിനെ സംവിധാനിച്ച സംവിധായകനെയാണ് ആരാധിക്കേണ്ടത് എന്ന് മഹാനിർവാണ സ്തോത്രത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നു. ഇസ്ലാം വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് എവിടെയും പരിശോധിക്കാം. ഖുർആൻ പരിചയപ്പെടുത്തുന്ന ദൈവം ആകാശഭൂമികളെ സംവിധാനിച്ചവൻ, ആകാശത്തെ, ഭൂമിയെ, സപ്തസാഗരങ്ങളെ, എല്ലാ സചേതനങ്ങളെ, അചേതനങ്ങളെ, ഏകകോശജീവിയായ ഹമീബയെ, ബഹുകോശജീവിയായ നീലത്തിമിംഗലത്തെ, ആഴിയുടെ അഗാധതലത്തിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളെ, ആകാശത്തിന്റെ വിഹായസിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെ, ഡെസേർട്ടുകളിൽ മണൽക്കുന്നുകളിൽ ഒരു മണൽത്തരിക്ക് സ്ഥാനചലനമുണ്ടാകുന്നുവെങ്കിൽ അതറിയുന്ന കോടാനുകോടി കാനനങ്ങളിൽ, കോടാനുകോടി വൃക്ഷങ്ങളിൽ, കോടാനുകോടി ഇലകളിൽ ഒരു ഇല കൊഴിയുമ്പോൾ അതറിയുന്ന മഹാപ്രപഞ്ചത്തിന്റെ നാഥനെ ഇസ്ലാം പരിചയപ്പെടുത്തി. ഈ ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. 280 കിലോമീറ്റർ വേഗതയിൽ സെക്കൻഡിൽ സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഇട്ടിരിക്കുന്ന സ്റ്റേജും ഈ ഇട്ടിരിക്കുന്ന കസേരയും ഇവിടെ ഓടുന്ന വാഹനങ്ങളും അറിയുന്നുണ്ടോ ഭൂമിയുടെ സെക്കൻഡിൽ 30 കിലോമീറ്റർ വേഗതയിലുള്ള കറക്കത്തെ? അതുകൊണ്ടാണ് ഈ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നു. അല്ലദീ ജാലലക്കുമുൽ ഫിറാശ, ഭൂമിയെ ഒരു വിരിപ്പാക്കി തന്നവൻ അവനാകുന്നു കേട്ടോ നിങ്ങളുടെ സൃഷ്ടാവ്, ഭൂമിയെ സൃഷ്ടിച്ചവൻ. അല്ലാതെ ഭൂമിയിൽ 50,000 കൊല്ലം കഴിഞ്ഞ് ഏതോ ഒരു അച്ഛന്റെ അമ്മയുടെ മകളായി ജനിച്ച ഒരാള് ദൈവമാകുക എന്ന അവസ്ഥ ഇസ്ലാമിനില്ല. ഇസ്ലാം കുറച്ച് സ്റ്റാൻഡേർഡും ബുദ്ധിയും ഉള്ളൊരു മതമാണ്. മനുഷ്യ സമൂഹത്തോട് ദൈവത്തിന്റെ മതം, ആ ദൈവത്തിന്റെ മതത്തിന്റെ പ്രത്യേകത തന്നെ അപാരമാണ്. അതുകൊണ്ട് ഉറക്കെ നമുക്ക് പ്രഖ്യാപിക്കാം, ഇസ്ലാം ദൈവികമാണ് എന്ന കാര്യം. അതിൽ സംശയിക്കുന്നവനല്ല ഒരു മുസ്ലിം. ഇസ്ലാമിന്റെ പ്രത്യേകത ഞാൻ വളരെ സിമ്പിളായ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാം. ഇസ്ലാമിന്റെ ദൈവവിശ്വാസത്തിന്റെ സ്വീകാര്യതയും അതിന്റെ പ്രത്യേകതയും ഞാൻ നിങ്ങളോട് എളുപ്പമായ ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഇവിടെ ഈ പ്രദേശത്ത് കുറച്ച് ഹിന്ദുക്കൾ, നിങ്ങൾ സങ്കല്പിക്കുക, കുറച്ച് അമുസ്ലിം സുഹൃത്തുക്കൾ ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും വീടുകളിൽ കയറിയിറങ്ങി അവരോട് പറയുന്നു, നിങ്ങൾ നാളെ മുതൽ ശ്രീരാമനെ വിളിച്ചാരാധിക്കണം. ക്രിസ്ത്യാനികൾ അംഗീകരിക്കുമോ? മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? അതുപോലെ അതിന്റെ പിറ്റേ ദിവസം ക്രിസ്ത്യാനികൾ ഇറങ്ങി ഹൈന്ദവരോടും മുസ്ലിങ്ങളോടും പറയുന്നു, എന്ത്? നിങ്ങൾ നാളെ മുതൽ യേശുക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് പറയും. ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ഈ വാദത്തെ മുസ്ലിങ്ങൾ അംഗീകരിക്കുമോ? ഹിന്ദുക്കൾ അംഗീകരിക്കുമോ? അതിന്റെ പിറ്റേ ദിവസം മുസ്ലിങ്ങളിൽ ഒരു ഭാഗം പറയുന്നു, നിങ്ങൾ ഉള്ളാളം തങ്ങളെ ആരാധിക്കണം, ഭീമാപള്ളി ബീവിയെ ആരാധിക്കണം, മനമത്ത് ബീവിയെ ആരാധിക്കണം എന്ന് പറയുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക സഹോദരങ്ങളെ. എന്നാൽ നാലാമത്തെ ദിവസം മറ്റൊരു വിഭാഗം ചെന്നിട്ട് പറയുന്നു, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ കയറി ഇന്നെന്ന ദൈവങ്ങൾ ആരാധിക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ, ശ്രീരാമനെ, യേശുക്രിസ്തുവിനെ, മുഹമ്മദ് നബിയെ, മൊയ്തീൻ ശൈഖിനെ എന്നൊക്കെ പറഞ്ഞല്ലോ. അവരെ എല്ലാം സൃഷ്ടിച്ച ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ബൗദ്ധനെയും ആകാശത്തെയും ഭൂമിയെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ ആരാധിക്കണമെന്ന് നാലാമത്തെ വേറൊരു കൂട്ടർ പറയും. ഇതിൽ ആരുടേതിനാണ് സ്വീകാര്യത കൂടുക? ഇതിൽ ആരുടെ വാക്കുകൾക്കാണ് ജനാംഗീകാരം ഉണ്ടാവുക? ബാല, ജോസഫേ, ഏലിയാമേ, സാറാമേ, മുഹമ്മദേ, ആമിന, ആയിഷ, നിന്നെയും എന്നെയും എല്ലാ ജീവവർഗങ്ങളെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിക്കൂ എന്ന് പറഞ്ഞാൽ അത് വർഗീയതയാണോ? വിഭാഗീയതയാണോ? അല്ല എന്നുള്ളതാണ്. കാനന്നാസു ഉമ്മത വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന വമുബശ്ശിരീന വമുൻദിരീന വഅൻസല മഅഹുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസ് ഫീമാ ഇഖ്തലഫു ഫീ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ആദം നബിയുടെയും നോഹ പ്രവാചകന്റെയും ഇടയിൽ 10 തലമുറ കഴിഞ്ഞുപോയി. മനുഷ്യ തലമുറയിലെ 10 തലമുറ ഏക ദൈവത്തെ മാത്രം ആരാധിച്ച്, അവനെ വണങ്ങി, അവനെ ആരാധിച്ച്, അവനോട് പ്രാർത്ഥിച്ച്, അവന്റെ മുമ്പിൽ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ച്, അവനെയല്ലാതെ സൂര്യനെ അവർ ആരാധിച്ചില്ല, ചന്ദ്രനെ അവർ ആരാധിച്ചില്ല, മനുഷ്യരെ അവർ ആരാധിച്ചില്ല. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടം വരെ ആദം നബിയുടെ മക്കളിൽ 10 തലമുറ നീണ്ട 10 തലമുറ ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ ആരാധിച്ചു. 10ാമത്തെ തലമുറയിൽ 5 മഹാന്മാരുണ്ടായിരുന്നു. ആ തലമുറയിൽ ആ 5 മഹാന്മാർ മരിച്ചപ്പോ പിശാച്
മനുഷ്യന്റെ മനസ്സിൽ ദുർബോധനം നടത്തി. ആ 5 മഹാന്മാരെ ഓർത്താ മാത്രം മതിയോ? അവരുടെ രൂപം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, അത് നിങ്ങൾ പ്രതിഷ്ഠിക്കണം. കാലം കഴിയുമ്പോൾ ആ രൂപം നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിശാച് അവർക്കിടയിൽ പ്രവർത്തിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, വളരെ ഗൗരവമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാതലായ വശമാണിത്. അങ്ങനെ അവർ ആദ്യമായി 5 മഹാന്മാരുടെ രൂപങ്ങൾ ഉണ്ടാക്കി. അവിടെ നിന്നാണ് വിഗ്രഹാരാധനയുടെ തുടക്കം. ലോകത്ത് വിഗ്രഹാരാധനയുടെ തുടക്കം അവിടെ നിന്നാണ്. 5 മഹാന്മാരെ, മനുഷ്യരെ, അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ കേവലം ഒരു കല്ല്, കേവലം ഒരു മരം ആരാധിക്കപ്പെടുകയല്ല.